പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് യുഡിഎഫും വ്യക്തമാക്കുന്നു. വി ഡി സതീശന്റെ പ്രതികരണത്തിലേക്ക്. അല്ലെങ്കിൽ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അവർ യഥാർത്ഥത്തിൽ ബി.ജെ.പി. സർക്കാരിന്റെ കൂടെയാണ്. കേരളത്തിൽ ഇപ്പോൾ ഇത് നടപ്പാക്കേണ്ട ഒരു പ്രായോഗികമായ വിഷയങ്ങളൊന്നും വരില്ലല്ലോ. വളരെ അപൂർവമായിട്ടുള്ള കേസുകളാണ്. ഇതൊരു പൊതു തത്വമാണ്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം തീരുമാനിക്കുന്ന ഒരു അടിസ്ഥാനപരമായ ഒരു വ്യതിചലനമാണ് യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത്. ഇതിനെതിരായിട്ടാണ് ഞങ്ങൾ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. പലയിടത്തും കേരളത്തിൽ നടപ്പാക്കിയില്ല കാര്യമാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും കേന്ദ്രത്തിന്റെ കയ്യിരിക്കുന്ന കാര്യമാണ് സ്റ്റുഡന്റിനുള്ള കാര്യമാണ്. അതിനൊരു പ്രസക്തിയില്ല, മറുപടിക്ക് പ്രസക്തിയില്ല. ഞാൻ പിന്നെ അതിനെക്കുറിച്ച് പറയാനില്ല. ഒരു ആത്മാർത്ഥ ഇല്ലാതെയാണ് സംസാരിക്കുന്നത്. ഒരു ആത്മാർത്ഥ അവർക്ക് ഇല്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 5 കൊല്ലമായി 700-ലധികം കേസുകൾ, 700 ചില്ലാൻ കേസ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിൽക്കുകയാണ്. ഒരു തരിമ്പ് ആത്മാർത്ഥ ഉണ്ടെങ്കിൽ പറഞ്ഞ വാക്ക് പാലിക്കുന്നു. എന്തുകൊണ്ട് കേസുകൾ പിൻവലിക്കായിരുന്നു? എന്തുകൊണ്ടാണ് അവരിപ്പോഴും ബുദ്ധിമുട്ടിക്കുന്നത്? ഇപ്പോഴും സമരം ചെയ്യുന്നവരെ ശത്രുക്കളെ പോലെയാണ് നേരിടുന്നത്. അങ്ങനെയാണോ ചെയ്യുന്നത്? അങ്ങനെയല്ലല്ലോ അവർക്ക് വേണ്ടപ്പെട്ട ആളുകളോട് അവർ ചെയ്യുന്നത്. സർക്കാരിന്റെ നടപടിയിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പണ്ട് ഒരുമിച്ചുള്ള സമരത്തിലൊന്നും പോകാറുണ്ട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേസ് കൊടുത്തിട്ടുണ്ട്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഇതിന്റെ നിയമ നടപടികളുമായി സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതിന്റെ നിയമപരമായ നടപടികളുമായി ഒരു വശത്ത് പോകുമ്പോൾ മറുവശത്ത് സമര പരിപാടികളുമായി അതിന്റെ ഉള്ള പ്രതിഷേധ പരിപാടികൾ തീർച്ചയായിട്ടും നടക്കും. അതാണ് ഞങ്ങൾ തീർച്ചയായിട്ടും ഇതുകൂടി ഗൗരവതരമായി ചർച്ച ചെയ്യും. തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾക്ക് വേണ്ടിയിട്ടാണ് APCC കൂടുന്നതെങ്കിലും ഇതുകൂടി വന്ന സാഹചര്യത്തിൽ ഈ സമര പരിപാടികൾ, പ്രതിഷേധ പരിപാടികൾ കൂടി നാളത്തെ KPCC യോഗത്തിൽ വളരെ വിശദമായി ചർച്ച ചെയ്യും. ഞാൻ എന്ന് പറഞ്ഞില്ല. അവർക്ക് ഇക്കാര്യത്തിൽ ആത്മാർത്ഥതയാണ് ഞാൻ ചോദ്യം ചെയ്തത്. സത്യസന്ധമായിട്ടാണ് അവരത് സമീപിക്കുന്നത്. ഉണ്ടെങ്കിൽ ഈ 5 കൊല്ലമായിട്ട് എന്തുകൊണ്ട് ഈ കേസുകൾ പിൻവലിച്ചില്ല എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി ഉത്തരം പറയണം. മുഖ്യമന്ത്രി വാക്കുകൊടുത്താണ് ശബരിമല പ്രക്ഷോഭണത്തിലെ കേസുകളും ഈ കേസുകളും പിൻവലിക്കുമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഈ കേസുകൾ പിൻവലിച്ചില്ല? ഞങ്ങൾ നിരന്തരം ഇത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക, മറന്നുപോയതൊന്നുമല്ല. ഞങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഈ കേസുകൾ പിൻവലിച്ചില്ല. എന്നിട്ട് ഞങ്ങൾ പ്രക്ഷോഭണം നടത്തും, സമരം നടത്തും എന്ന് പറഞ്ഞിട്ട് എന്ത് അർത്ഥമാണ് അതിനകത്തുള്ളത്? ഞങ്ങളതിന്റെ ആത്മാർത്ഥതയാണ് ചോദ്യം ചെയ്യുന്നത്. അല്ല, ഈ രാജ്യവ്യാപകമായി ഒരു വിഷയം തന്നെ, ഒരുപാട് വിഷയങ്ങളുണ്ട്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കെതിരായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയത്തിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയായി ഇത് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴാണ് ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളോട് ചോദിക്കുന്നത് അവരുടെ അരക്ഷിതത്വം. കോൺഗ്രസ് അധികാരത്തിൽ ഇല്ലാതായപ്പോൾ ഉണ്ടായ ഒരു അരക്ഷിതത്വം, ജനങ്ങളുടെ മനസ്സിലുണ്ടായ ഭീതി, ഇവർ വീണ്ടും അധികാരത്തിൽ വന്നാൽ എന്തും ചെയ്യാൻ മടിക്കില്ല എന്നതിന്റെ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇതെല്ലാ വിഭാഗം ജനങ്ങളും കാണും. കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്തുപോയപ്പോഴാണ് ഈ അപകടമുണ്ടായത് എന്നുള്ള തിരിച്ചറിവ് ഇന്ത്യയിലെ ജനാധിപത്യ ബോധ്യമുള്ള എല്ലാവർക്കും ഉണ്ടാകും. കേരളത്തിലും ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകും. എത്ര അപകടകരമായിട്ടാണ് അവരത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവരെ അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്ത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം എന്ന് രാജ്യത്തെ ജനങ്ങൾ, ജനാധിപത്യ വിശ്വാസികൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് ഇവരെ കൊണ്ടുപോയിരിക്കുകയാണ്. ഇവർ അപകടകാരികളാണെന്ന് അവര് തന്നെ സ്വയം പുറപ്പുറത്ത് കയറി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഞാൻ ചെയ്യുന്നത് ഇപ്പൊ രാജ്യസഭയിലേക്കല്ലല്ലോ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, ലോകസഭയിലേക്കാണ് തെരഞ്ഞെടുപ്പ്. ഞങ്ങളുടെ ലക്ഷ്യം വളരെ കൃത്യമാണ്. ലോകസഭയിൽ കോൺഗ്രസ് അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ച് ഭൂരിപക്ഷം, ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം നേടി സംഘപരിവാർ സർക്കാരിനെ താഴെ ഇറക്കാനാണ് ഞങ്ങൾ. അതിനാണ് മത്സരിക്കുന്നത്. CPM മത്സരിക്കുന്നത് പ്രതിപക്ഷത്തിലാണ്, അല്ലെ? ഞങ്ങൾ അധികാരത്തിൽ നിന്ന് മോഡി സർക്കാരിനെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. ലോകസഭയിൽ ഞങ്ങളുടെ അംഗങ്ങളുടെ എണ്ണം കൂടും. ഞങ്ങളുടെ മുതിർന്ന നേതാക്കളെല്ലാം മത്സരിക്കുക. ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഭൂപേഷ് ബാഗേൽ മത്സരിക്കുകയാണ്. അതേ ഇപ്പൊ അസംബ്ലി ഇലക്ഷൻ ജയിച്ച ആളാണ്, MLA ആണ്. അവിടുത്തെ നിരവധി ആളുകൾ, പ്രധാനപ്പെട്ട നേതാക്കന്മാർ, വിജയ സാധ്യതയുള്ള മുഴുവൻ നേതാക്കന്മാരോട് മത്സരിക്കാൻ പറഞ്ഞിരിക്കുക. ആലപ്പുഴ സീറ്റ് പരിഗണിച്ചപ്പോൾ കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാർ ഞങ്ങൾ ഒറ്റക്കെട്ടായി രാഹുൽ ഗാന്ധിയോടും കോൺഗ്രസ് പ്രസിഡന്റിനോടും അവിടെ മത്സരിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്ഥാനാർത്ഥി KC വേണുഗോപാലാണെന്ന് പറഞ്ഞു.
അങ്ങനെയുള്ള ഒരു പാർട്ടി തീരുമാനിക്കേണ്ടത്. എല്ലാ സ്ഥലത്തും ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അവിടെ മത്സരിക്കാൻ പറ്റാവുന്ന, ജയിക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥി KC വേണുഗോപാലും ജയിക്കാൻ ഇവർ അസൂയപ്പെടുന്ന കാര്യം. അവർ കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റാണ് പിടിച്ചത്, 20 ഒരെണ്ണം. അത് നഷ്ടപ്പെടുന്നതിന്റെ ദുഃഖമാണ് അവർക്ക്. അവർ പറഞ്ഞോട്ടെ. അത് തെറ്റായിട്ടുള്ളൊരു വാർത്തയാണ്. ഒന്ന്, പോലീസ് ഹരാസ്മെന്റിനെതിരായിട്ട് എറണാകുളം DCC പ്രസിഡന്റ് ഹൈക്കോടതിയിൽ കേസ്. ആ കേസിന്റെ വിവിധ വശങ്ങൾ ചോദിച്ചറിയുന്നതിന്റെ ഇടയിൽ പോലീസിന്റെ ആരോപണം മൃതദേഹം വെച്ച് ഇങ്ങനെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയെന്നുള്ളതാണ്. എന്താണ് അങ്ങനെ ഒരു ഇത് വരാൻ കാരണം, അങ്ങനെ ഒരു പോലീസ് അലിഗേഷൻ വരാൻ കാരണമെന്ന് കോടതി അന്വേഷിച്ചു. കോടതി അന്തിമമായി പറഞ്ഞിരിക്കുന്നത് 2 കാര്യങ്ങൾ പോലീസ് വ്യക്തമാക്കുന്നതാണ്. ഒന്ന്, ഒരേ ക്രൈം എന്ന് പോലീസ് ആക്ഷേപിക്കുന്ന ഒരേ കുറ്റത്തിന് ഒന്നിലധികം കേസുകൾ എടുത്തിരിക്കും. ഭരണഘടനാ വിരുദ്ധം ഒരേ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് BJPയെ വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. ഇതിനകത്ത് സംസ്ഥാന സർക്കാർ കാണിക്കുന്നത് ഇരട്ടത്താപ്പാണെന്നുള്ള കോൺഗ്രസിന്റെ വിമർശനം ആവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിനിടെ